പക്ഷെ രണ്ട് തരം പാപങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ. മറ്റൊന്ന് വിശ്വാസരംഗത്ത് വരുന്ന വ്യതിയാനം അല്ലെങ്കിൽ ബിദ്അത്ത്. എന്നാൽ പിശാചിന് ഏതാ ഇഷ്ടം? ഇമാം സുഫ്യാൻ സൗരി റളിയല്ലാഹു പറയുന്നു, ഇന്നൽ ബിദ്അത്ത് അഹബ്ബു ഇലൈഹി ഇബ്ലീസ് മിനൽ മാസിയ. മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിദ്അത്ത് എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്നു ചാടാനാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ? ലിഅന്നൽ ബിദ്അത്ത ലാ യുസാബു മിൻഹാ. ഒരാൾ ബിദ്അത്തിൽ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് അയാൾക്ക് തിരിച്ചറിയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും തൗബ ചെയ്യില്ല. ആ ബിദ്അത്തിൽ ശാശ്വതമായി മുന്നോട്ട് പോകും. വൽ മാസിയത്തു യുസാബു മിൻഹാ. തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നറിയാം, ഇന്നല്ലെങ്കിൽ നാളെ പശ്ചാത്തപിക്കും. അപ്പൊ ആപേക്ഷികമായി മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു ബിദ്അത്തിന്റെ വാഹകനായി ജീവിക്കുന്നതെന്ന് ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവതരാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരോട് ഉണർത്താനുള്ളത്, നേർമാർഗങ്ങൾ തർക്കമില്ലാത്ത വിഷയം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി. അപ്പൊ കണ്ടോ, കിതാബിലുണ്ട് എന്ന് ഉറപ്പായി. അതിൽ മാന്യമായി ലയിക്കുന്നവരെ നോക്കി കാണുകയും ചെയ്യും. പക്ഷെ കിതാബ് നോക്കാനും വേണ്ട അറിയാം. അലവി സഖാഫിക്ക് ഏതായാലും അറിയില്ല. കാരണം എന്താ, നമ്മൾ അസ്ലു സഖാഫി പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇയാളെ കിതാബ് നോക്കുന്ന പോലെ എന്താണെന്നുള്ളത്. ഞാൻ കാണിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പൊ മൂപ്പരെ കിതാബ് നോക്കിയാൽ അങ്ങനെ ഉണ്ടാവുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സ്റ്റേജിൽ കയറി ഒറ്റക്കാവുമ്പോൾ ആളില്ലാത്ത പോസ്റ്റിക്ക് ബോളെടുക്കുക, അത് എളുപ്പ. പക്ഷെ